അന്ന് ഞാനും ചേച്ചി മാത്രമാണ് ഈവൻ ചേച്ചി മാത്രമാണ് കോൾ എടുക്കുന്നതും കാര്യങ്ങൾ ചേച്ചി ബുക്കിംഗ് എടുക്കും, ബാക്കി പേപ്പർ വർക്ക്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ധ്യാനത്തിനൊക്കെ ഒരു ടീം ഒരു 350 ആൾ കൂടുന്ന പരിപാടിക്ക് പാത്രം വരെ കഴുകിയിട്ട് ഞാൻ സ്റ്റേജിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷനിലേക്കൊക്കെ എത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് നടന്നിരുന്നു. അപ്പോഴൊന്നും പുള്ളിക്കാരിക്ക് എന്നോട് ഒരു അലോഹ്യമോ പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇത് അലോഹ്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നും ചെറുതായിട്ടുള്ള വഴക്കുകൾ കാര്യങ്ങൾ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഇവർക്കിടയിലും ഉണ്ടാവും, എന്നോടും ഉണ്ടാവും, ചേച്ചിയുടെ ഭാഗത്ത്. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചേച്ചി മദ്യം കഴിച്ചാൽ, അത് പുള്ളിക്കാരി കഴിച്ചാൽ എന്താവും, വഴക്ക് വരും. അന്നത്തെ ദിവസം വരുമ്പോൾ കച്ചവടം. വെച്ചാൽ ബ്രദറിനെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ, ഞാൻ വേറൊരാളെയും പറയുന്നില്ല, എൻ്റെ പേഴ്സണൽ അറിവിൽ മാരിയോ ബ്രദർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്, ആൾക്ക് കോടികളുടെ സമ്പാദ്യമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ. കാരണം ഇവരെ നടത്തും ഭാവവും കണ്ടാൽ അങ്ങനെ തോന്നും. പിന്നെ പൊതുവെ ബ്രദർ ആരോടും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടില്ല. പുള്ളിക്ക് ധ്യാനം കഴിഞ്ഞ ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അത് ഇഷ്ടമല്ല. ഒരാളെ കൂടെ ഗ്രൂപ്പായിട്ട് പുള്ളി ഇരിക്കില്ല. അത് പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെ. ഇപ്പോൾ എന്നോട് പോലും കമ്പനി ഉണ്ടെങ്കിലും ഞങ്ങളൊരു ഇതിൽ കഴിഞ്ഞ സമയമൊന്നും ഞാൻ പുള്ളിയുടെ കൂടെ ഇരിക്കില്ല. ഞാനായിട്ട് മാറിപ്പോകും, അല്ലെങ്കിൽ പുള്ളിയായിട്ട് തന്നെ മാറിപ്പോകും.